ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയിലും കാറ്റിലും തലപ്പാടി കുറ്റിക്കാട്ടുപടി അംഗൻവാടി കെട്ടിടത്തിന് സമീപം താമസിക്കുന്ന മറുകുംമൂട്ടിൽ ബിനു വർഗീസിന്റെ വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് വീടിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇത് മണനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 15-ാം വാർഡാണ്. അപ്പം രാവിലെ വാർഡ് മെമ്പർ ജോമോൾ ജിനേഷിനെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ രാവിലെ തന്നെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ ശബ്ദത്തോടു കൂടി മരങ്ങൾ വീഴുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ബിനുവും കുടുംബവും വീടിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ മരം അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലവട്ടം പരാതി കൊടുത്തതാണ്. പക്ഷേ ഒരു നടപടികളും ഉണ്ടായില്ല. ഇവിടെ ഒരുപാട് മരങ്ങൾ വീണ്ടും അപകടാവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം, ആ ഒരു കെട്ടിടവും കൂടെ കാണാം. അതും വളരെ ശോചനീയാവസ്ഥയിലാണ് ആ കെട്ടിടവും നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും പെരുങ്കാവ് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് മരങ്ങൾ ഇതുപോലെ വീടിൻ്റെ മുകളിലേക്ക് കടപുഴകി വീണ് വീടിനൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അപകടാവസ്ഥയിലായി നിൽക്കുന്ന മരങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുക്കുകയും അതിന് വേണ്ട നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ഉടമയോട് കർശനമായിട്ട് ഇത് വെട്ടിമാറ്റാനുള്ള നിർദ്ദേശങ്ങൾ പഞ്ചായത്ത് അധികാരികൾ കൊടുക്കണം. സമീപവാസികൾ പറയുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങളിലേക്ക് വഴി മാറുകയുള്ളൂ. ഇതിപ്പോൾ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയിരുന്നെങ്കിലത്തെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. ഇതുപോലെ തന്നെ പുതുപ്പള്ളിയിലുമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ അപകടാവസ്ഥയും മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഉടമകൾ തന്നെ വെട്ടി മുറിച്ച് മാറ്റുക. അതുമൂലമുണ്ടായ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉടമയുടെ നിന്നും പണം മേടിക്കുന്ന ഒരു സംവിധാനം കൂടെ വരികയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിനൊക്കെ പരിഹാരമാകും. ഇത് തലപ്പാടി മാധവൻപടി റോഡ് കുറ്റിക്കാട്ടുപടിയാണ്. ഇവിടുത്തെ ഈ കെട്ടിടത്തിൻ്റെ അകത്ത്, ഈ കെട്ടിടത്തിന് അപകടാവസ്ഥയിൽ തന്നെയാണ് കെട്ടിടം നിൽക്കുന്നത്. ഈ കെട്ടിടത്തിനുള്ളിലൊരു അംഗൻവാടി പ്രവർത്തിക്കുന്നു, ഒരു പലചരക്കട പ്രവർത്തിക്കുന്നു, ഒരു ബന്ദിക്കോസ് ആരാധനാലയം നടക്കുന്നു, അതുപോലെ സൗണ്ട് സിസ്റ്റം വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനം നടക്കുന്നു. കഴിഞ്ഞ ദിവസം പുതുപ്പള്ളിയിലെ ഒരു അംഗൻവാടിക്ക് ഫിറ്റ്നസ് നഷ്ടപ്പെട്ട കാര്യം നിങ്ങളെല്ലാവർക്കും അറിയാം. അങ്ങനെയൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ തന്നെയുള്ളൊരു പ്രശ്നം വരും. ഇതിനൊന്നും നോക്കാനും മറ്റും അധികാരികളാരുമില്ല. ഈ കെട്ടിടത്തിൻ്റെ തൊട്ട് പുറയിലായിട്ടാണ് ബിനുവിൻ്റെ വീട്. ഇവിടെ ഒരു പലചരക്കടയുണ്ട്. തൊട്ട് സമീപത്തായിട്ടാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ഇതാണ് അംഗൻവാടി കെട്ടിടം. ഇവിടെയും മരങ്ങൾ അപകടാവസ്ഥയിൽ നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. ഇവിടെയും ഈ മരത്തിന് സമീപത്ത് 3-4 വീട്ടുകാരൊക്കെ ഉണ്ട്. ഈ മരങ്ങളൊക്കെ കടപുഴകി വീണ് കഴിഞ്ഞാൽ വീടിനൊക്കെ നാശനഷ്ടം ഉണ്ടാവും. ഇതിൻ്റെ കമ്പ് ഇറക്കി നിർത്തിയിരിക്കുകയാണ്.